ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അല്ലുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും ഇടൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് നട്ടപ്പാതിര 12 മണിക്ക് ഞാൻ അല്ലുട്ടനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഉറക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ നമ്മൾ തുമ്പമ്മ എന്ത് ചെയ്തിട്ടും ഉറങ്ങുന്നില്ല ഗൈസ്. അവസാനം ഓളയും വെച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ വെച്ച്. അല്ലുട്ടനാണെങ്കിൽ എന്തോ എന്നോട് സഹകരിക്കാം എന്നുള്ള മട്ടിലാന്ന് തോന്നുന്നു കുറച്ച് നേരത്തെ ഉറങ്ങി തന്നു തന്നെ ഞാൻ വീഡിയോ ഒക്കെ കണ്ട പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടോ. പക്ഷെ അവസാനം നിങ്ങൾ കാണണം, 5 ഇങ്ങ് തള്ളേന്ന് പറഞ്ഞ പോലെയാണ് തുമ്പം അതും വാങ്ങിപ്പോയത്. ഇവളുടെ ഒരു പ്രത്യേകതയാണ്, ഞാൻ എപ്പോഴാണോ ഉറങ്ങുക അപ്പോഴേ ഓൾ ഉറങ്ങുള്ളൂ, ഞാൻ എപ്പോൾ എണീക്കുക അപ്പോഴേ ഓൾ എണീക്കുള്ളൂ. അങ്ങനെ ഒരു സിങ്കാണ് ഗൈസ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ എന്തായാലും ആ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ സെറ്റാക്കി. ഗൈസ് നമ്മുടെ അല്ലുട്ടന് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. താങ്ക് യു പറ. താങ്ക് യു. നമ്മുടെ സ്വത്താണ് നല്ലുൻ്റെ പിറന്നാളാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ അല്ലുട്ട. എല്ലാവർക്കും വേണ്ടി അമ്മ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കേ, നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ. എത്ര പെട്ടെന്ന് ആ വർഷങ്ങൾ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഇരുന്നെൻ്റെ അല്ലുട്ടനാണ് ഇപ്പം നോക്കിയല്ലേ. എനിക്കിപ്പോഴും എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് തന്നെ ഓർമ്മയുള്ളത്. ഇത് ഞങ്ങൾ കണ്ണൂരുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പണ്ട് തൊട്ടേ നമ്മൾ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ കാണാൻ തോന്നുന്നു. എനിക്ക് പിന്നെ പഴയ കുഞ്ഞല്ലുവിനെ മിസ് ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കും. കണ്ണൂർ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന സമയത്ത് എടുത്തതാണിത്. അല്ലുട്ടൻ്റെ ആ കുഞ്ഞിക്കളിയും കാര്യങ്ങളൊക്കെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂപ്പര് വലിയ ഏട്ടനാണെന്നാണ് മൂപ്പൻ്റെ വിചാരം. കാരണം കുഞ്ഞുങ്ങൾ താഴെ കുറേ ആൾക്കാരാവുകയാണല്ലോ. തുമ്പിയായി, പിന്നെ ഹെയ്സുമായി, ഇപ്പോൾ അത് അപ്പൂൻ്റെ വാവയായി, ഇനി അടുത്ത വാവയാവാൻ പോകണം. സോ ഓൻ്റെ വിചാരത്തിൽ ഓൻ വലിയ ഏട്ടനാണെന്നാണ്. പക്ഷെ ഓൻ എത്ര വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇമ്പക്ക് ആ കുഞ്ഞല്ലു തന്നെയാണല്ലോ അല്ലേ. സോ എന്തോ ഒരു ഫീലാണ് ഈ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ. തുമ്പി മോളെ അങ്ങനെയല്ല, ഓൾ തംസപ്പ് കാണിക്കുന്നത്. അങ്ങനെയല്ലടി. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ പറ. ഏട്ടാ അതങ്ങോട്ട് മനസ്സ് അനുവദിക്കില്ലല്ലേ തുമ്പിയെ. ഏട്ടാ വിളിക്ക്. ആ ഒരു ഉമ്മ കൊടുക്കടി സ്വത്തേ. ഏട്ടനും കൊടുക്കൊരു ഉമ്മ. അച്ഛനേ മറ്റേ സിനിമയിൽ പറയില്ലേ, കുളി കഴിഞ്ഞാൽ നനവോടെ ഇതൊക്കെ ദേഹത്ത് പുരട്ടണമെന്ന്. അതുപോലെ രണ്ടും കൂടി ഇരുന്ന് പുരട്ടണ കണ്ട. ബേബി ബട്ടർ ക്രീമാണ് കേട്ടോ അത്. ബേബി ബട്ടർ നല്ല സ്മെല്ലല്ലോ. ഓക്കെ, അപ്പോൾ അവർ പുരട്ടട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ അല്ല, ഇവർ രണ്ടുപേരും കുളി കഴിഞ്ഞു. എൻ്റെ മേല് കഴുകലും കഴിഞ്ഞു അല്ലേ. നമ്മൾ താഴേക്ക് പോവാണ്. സെറ്റ് പറ. ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ, ഞങ്ങൾക്ക് അറിയാം. ഓക്കേ, ഒന്നും കിട്ടില്ല അല്ലേ. എൻ്റെ ഒക്ടോബറിൽ റീനമ്മ വലിയ ഡയറി മിൽക്ക് വാങ്ങിച്ചു. ഓക്കെ നമ്മൾ താഴെ പോവാ. അങ്ങനെ ഇതാ രാവിലെ തൊട്ടിട്ട് ഓരോരുത്തരായി വിളിച്ച് വിഷസ് പറയാൻ തുടങ്ങി. കാരണം ആരും ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കട്ടയും കല്യാണിയും ഹേസും ഒക്കെ വിളിച്ചിട്ട് അല്ലുട്ടനോട് വിഷു പറഞ്ഞു. അപ്പോൾ തുമ്പി പിണങ്ങി എനിക്കും ഉണ്ടറാ ബർത്ത്ഡേ എന്നാണ് പറഞ്ഞു കേട്ടോ ചെറിയച്ഛനോട്. അവൾ അവസാനം ഓക്കും ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞ് അല്ലുട്ടൻ ഓരോ വക ഒരു ഗിഫ്റ്റ് ഉണ്ടേനി. അതും ലൈവായിട്ട് തന്നെ ഞാൻ ഓന് കൊടുത്തു. ഓൾറെഡി എൻ്റെ കയ്യിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇവർ ഓർഡർ ചെയ്തിട്ട് ഗിഫ്റ്റ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടേനി. അപ്പോൾ ഓനെ കാണിക്കരുത്, പിറന്നാളിൻ്റെ അന്ന് കാണിച്ചാൽ മതി എന്നാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ ഇന്ന് അത് എന്താ പറയുക റിവീൽ ചെയ്ത് സാധനം കയ്യിൽ കൊടുത്തപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ഫുട്ബോളായിരുന്നു. ഓനോട് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓന് ഫുട്ബോൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ ഓർഡർ ചെയ്ത് കൊടുത്തു. ആ ഒരു പോർക്ക് റീനമ്മേൻ്റെ ഗിഫ്റ്റാണ്. രണ്ടടയും എന്നാ അല്ലു കാമോ. ഇത് റീനമ്മേൻ്റെ. ഓക്കെ, താങ്ക് യു പറഞ്ഞോളൂ റീനമ്മേനോട്. ഇനി അടുത്തത് ഇത് അച്ഛൻ്റെയും അമ്മേൻ്റെയും വക. ഹലോ, ഇത് ഞങ്ങളെ വക. ആ തുമ്പി മോളെ, തുമ്പി ഗിഫ്റ്റ് തരണ്ടേ, ഗിഫ്റ്റ് വേണ്ടേ?
തുമ്പിക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ്. അച്ഛന് എന്ത് സന്തോഷം. തുമ്പിക്ക് ഇതാ അച്ഛനും അമ്മയും അടിപൊളി ഗിഫ്റ്റ് വാങ്ങിണ്ടേ. കൊടുക്കാൻ കേട്ടോ ഗൈസ്, തുമ്പിന്റെ ഗിഫ്റ്റ്. ഇതാ തുമ്പിക്ക് ഗിഫ്റ്റ്. താങ്ക് യു പറ. അമ്മച്ചി കുഞ്ഞാ വീട് എത്രയെന്ന് കാണിച്ചു കൊടുക്ക അച്ഛമ്മയ്ക്ക് അച്ഛനും. ഗിഫ്റ്റൊക്കെ വാങ്ങി അവിടെ വെച്ച് ഓള് വേഗമുള്ള പാലും വെള്ളം കുടിക്കാൻ പോയിട്ടോ. രാവിലെ മൂപ്പത്തിക്ക് അത് നിർബന്ധമാണ്. അങ്ങനെ അല്ലുട്ടനുള്ള ഗിഫ്റ്റൊക്കെ ഇതാ ഇതൊക്കെ ആയിരുന്നു. ഒരു ഷൂവും ഒരു വാച്ചും കൂടെ ഇതിൻ്റെ കൂട്ടത്ത് വേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ സാഹചര്യങ്ങളാൽ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. ഹെൽത്ത് എന്നെ അനുവദിച്ചില്ല. പക്ഷെ നമ്മൾ ഓൺലൈനിൽ എന്തായാലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇളയമ്മ ക്യാമറ കണ്ടപ്പോൾ ഓടുന്നതാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്നത് ആ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കുഞ്ഞുവാവ ഏട്ടനെ വിഷസ് അറിയിക്കാൻ വേണ്ടി വിളിച്ചത് കേട്ടോ. വാവയ്ക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഓൻ അറിയാവുന്ന ഭാഷയിലൊക്കെ കാര്യം ഓനെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഏട്ടാന്നൊക്കെ അല്ലു ഏട്ടാന്നൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൻ്റെ വക സ്വന്തമായിട്ടൊരു സെല്യൂട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അല്ലു ഫ്ലാറ്റായി. അല്ലുവിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അപ്പൂൻ്റെയും ആര്യൻ്റെയും വാവേൻ്റെയും ഒക്കെ വിശ്വസം കിട്ടിയിട്ട് അല്ലൂട്ടന്. പിന്നെ അല്ലൂട്ടൻ്റെ വക നല്ലൊരു ചക്കരയും ഉമ്മ വാവയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും വാവയ്ക്ക് എക്കിട്ട് വന്നിട്ടോ. പിന്നെ നമ്മൾ ഓനെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കണ്ട വെച്ചിട്ട് എന്നാൽ ശരി ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ചെക്കൻ ചെറുതായിട്ട് അലമ്പായി തുടങ്ങിയിട്ടുണ്ടേനു. അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പമ്മ വന്നൊരു കാഴ്ചയൊക്കെ കണ്ട് പോയിനു കേട്ടോ. ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വർത്താനാണ്. തിരിച്ച് ഇവനൊന്നും പറയാത്ത കാണുമ്പോൾ തുമ്പി വയ്ക്കുക എന്താ ഒന്നും പറയാത്തതെന്നാണ് ചോദിക്കുക. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് എല്ലാവരും ദൂരം ആയിപ്പോയിട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ല. നമ്മൾ വീഡിയോ കോൾ എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും കാണാനും എല്ലാവരും വിശ്വാസം അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പുവും ആര്യയും കുഞ്ഞാവയൊക്കെ തൃശ്ശൂരാണുള്ളത്. അമ്മ പത്തനംതിട്ട, കട്ട ആർമിയിൽ, കല്യാണീൻ്റെ വീട്ടിൽ, ഇങ്ങനെ വൈശാഖേട്ടൻ ഗൾഫിൽ, അങ്ങനെ എല്ലാവരും ആയിട്ട് രാവിലെ തൊട്ട് വീഡിയോ കോളിൻ്റെ പോരേനു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും കാണാനും വിശ്വാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനും ഒക്കെ പറ്റിയിട്ടാണ്. അങ്ങനെ ഓരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വെച്ച് പിന്നെ റീനമ്മേനെ അടുത്തത് വീഡിയോ കോൾ ചെയ്തുമ്പോൾ റീനമ്മേൻ്റെയും ഉണ്ണിയച്ഛൻ്റെയും വക വിശ്വാസമൊക്കെ അറിയിച്ചപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ തുമ്പി തെറ്റി. എൻ്റെയും പിറന്നാളാണ്, എനിക്കും ഗിഫ്റ്റൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പേനും. പിന്നെ ഓരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഓക്കും ഒരു വിശ്വാസമൊക്കെ പറയിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ച് വിശ്വാസം പറയിച്ച് എല്ലാവരെ കൊണ്ടും ഓക്കും ഓളും വിശ്വാസം പറയിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല മക്കളാ, അമ്മേനെ സഹായിക്കാണ്. വെരി ഗുഡ്. എത്ര മതി നോക്കി. അല്ല ഇതിലേക്ക് വേണ്ടേ കൂട്ടുകറിയിലേക്ക്? ഉരുളക്കിഴങ്ങ് അല്ല അതല്ല ഇതിലിടണ്ടേ കഴുകാൻ. പിന്നെ ഉരുളക്കിഴങ്ങ് ഇത് മതിയാകെ ആണോ? എന്തുണ്ടാക്കുന്നതിന് മുമ്പും ഒരു ഡിസ്കഷൻ അതെനിക്ക് നിർബന്ധമാണ്. അതൊന്നെങ്കിലും ഉഷമ്മേനോട് അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന റീനമ്മേനെ വരെ വിളിച്ച് ഞാൻ ചോദിക്കും, അമ്മേ എത്ര അറിയുന്ന സാധനമാണെങ്കിലും ഇതിങ്ങനെയല്ലേ ഇതങ്ങനെയല്ലേ എന്ന്. അതില്ലെങ്കിൽ ഒരു സമാധാനം എനിക്കുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗത പച്ചക്കറിയൊക്കെ മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് നമുക്ക് വലിയ സദ്യയും കാര്യങ്ങളൊന്നുമല്ല, ഒരു കുഞ്ഞു സദ്യ. ഒരു സാമ്പാർ, ഒരു ഉപ്പേരി, കൂട്ടുകറി, പച്ചടി, പിന്നെന്തായിരുന്നു പപ്പടം, പായസം, ഇത്രയുള്ള ഒരു കുഞ്ഞു സദ്യ. കാരണം എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ അന്നാണ്. നമ്മളെ അടുത്തൊക്കെ പെരുന്നാളുള്ള ആൾക്കാരാണ്. എന്തായാലും ബിരിയാണി കിട്ടുന്ന ഉറപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഓൻ്റെ പിറന്നാളായതുകൊണ്ട് മാത്രം നമ്മളൊരു സദ്യ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്, അത് വൈകുന്നേരം ആയിരിക്കും. വേറെ ആരുമില്ല, നമ്മൾ തന്നെയുള്ളൂ. ചെറിയച്ഛനോടും ചെറിയമ്മേനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളേ. സാധാരണ എപ്പോഴും ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ എനിക്ക് തൈറോയ്ഡുള്ള കാരണം ക്യാബേജൊക്കെ പാടെ ഞാൻ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ പയർ ഉപ്പേരിയിലേക്കാണ് കടന്നിരിക്കുന്നത് കേട്ടോ. തുമ്പിമോള് എല്ലാം ഉണ്ടാക്കാൻ അങ്ങനെ നോക്കി പഠിച്ച് അല്ലേ? കറിക്ക് എങ്ങനെ അരിയ ഒക്കെ പഠിച്ചില്ലേ? ഇനി ചായ എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞോക്ക്. എണ്ണയോ? അടിപൊളി ചായ. എണ്ണ ഒഴിക്കുക ആദ്യം, എന്നിട്ട് കുറച്ച് ഉപ്പിടുക. എന്നിട്ടോ അടിപൊളി. ഈ റിച്ച് ആണല്ലോ, വെള്ളത്തിന് ഒരു വെളിച്ചെണ്ണ എടുക്കാം അല്ലേ? അങ്ങനെ കലക്കുക. ഈ കലക്കൊന്നും വേണ്ട, വയറ് തന്നെ കലങ്ങിക്കോളൂ. പഞ്ചസാര വേണ്ടേ അപ്പൊ തുമ്പിയെ? പഞ്ചസാര വേണ്ടേ? പഞ്ചസാര ഇടണം കേട്ടോ. വെളിച്ചെണ്ണ ഇടുക, ഉപ്പിടുക, നന്നായി ഇളക്കുക, എൻ്റെ പഞ്ചസാര ഇടുക, ചായപ്പൊടി. ഇപ്പൊ ചായയായി. ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി പഠിക്കുക. തുമ്പി പറയണ കേട്ടിട്ട് കമന്റ് ചെയ്യണേ നിങ്ങൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന്.
അങ്ങനെ പിന്നെ അടുക്കളയിൽ തകൃതിയായ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ നിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ഇളയമ അവിടെ നിന്ന് എന്താ പറയുക വെളുത്തുള്ളി നന്നാക്കുന്നുണ്ട്. അങ്ങനെ പണികൾ വേഗം തീർത്തുകൊണ്ടിരിക്കുക. ഒരു 12:30 ആകുമ്പോഴത്തേമ്പോൾ പണിയൊക്കെ തീർക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായൊരു പണി കിട്ടി. അതായത് എനിക്ക് ഈ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കുറച്ച് വർക്ക്സും കാര്യങ്ങളും പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് ഞാൻ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വൈശാഖേട്ടന് ഫ്രീ ആയി കിട്ടിയപ്പോഴാണ് ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയത്. ഏട്ടന് ഡ്യൂട്ടിക്ക് കയറി എൻ്റെ ഇടയിൽ കൂടെ വിളിച്ചതാണ് കേട്ടോ. ഗൈസ്, എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട. അപ്പം ഞാൻ മുകളിലേക്ക് വന്നത് ഒരുത്തിൻ്റെ കൂടെ വന്നിട്ട് നോക്കിയാട്ട് എല്ലാ തുണിയും വലിച്ചു വാരിയിട്ട് മടക്കുക, വീണ്ടും ഇട്ടതിൻ്റെ മുകളിൽ ഇട്ട ഡ്രസ്സ് തന്നെ ഇടുക, എന്തൊക്കെയോ കളിക്കുക. അമ്മേനെ സഹായിക്കുക. മോള് ഇല്ലാത്ത സഹായം തന്നെയാട്ടോ. ആയിക്കോട്ടെ, മടക്കി വെക്ക്. അതെ. തുമ്പീൻ്റെ വലിയൊരു ആഗ്രഹം നടന്നു. തിരിഞ്ഞു നിന്നേ, കണ്ടോ? പിന്നാമ്പുറത്ത് ഉച്ചുവാലി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ കെട്ടിക്കൊടുത്തു നമ്മൾ. എന്നിട്ട് സൈഡിലുള്ള മുടിയൊക്കെ അതങ്ങനെ ഒതുക്കി വെച്ചു. ഒരു പഞ്ചായത്തിലേക്കുള്ള അത്രയും ഹെയർ അക്സസറീസ് തലയിൽ കയറിയിട്ടുണ്ട്. മുടി വളർന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ കേൾക്കൂല മക്കളെ. നൈസ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വന്നത് ഒരു അൺബോക്സ് ചെയ്യാനുള്ള ഒരു ഐറ്റം അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ആക്ച്വലി എനിക്ക് ഈ പ്രാവശ്യത്തെ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സംഘടിപ്പിക്കാനേ പറ്റുള്ളൂ അല്ലേ അല്ലൂട്ടാ? അതെ ഓക്കുണ്ട് ബർത്ത്ഡേ, നിങ്ങളാക്കെ ഓർക്കണം. എൻ്റെ മുടിയിൽ ഈ കളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആക്ച്വലി ഞാൻ പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോന്നില്ലല്ലോ. നമ്മൾ ഷൂ വാങ്ങണം, വാച്ച് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോയപ്പോൾ കടകളിലൊന്നും കയറാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഹെൽത്ത് എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് വയ്യായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോരുകയുണ്ടായത്. പകുതി ഡ്രസ്സ് മാത്രം വാങ്ങിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിക്കൂല മോനെ അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടോ. ഓൻ്റെ അച്ഛമ്മ, അച്ഛൻ, പിന്നെ അമ്മമ്മ, പിന്നെ ഉണ്ണിയച്ഛൻ്റെ വക ഗിഫ്റ്റ്, പിന്നെ അമ്മേൻ്റെ വക ഗിഫ്റ്റ് അല്ലേ? ചെറിയമ്മയും ഗിഫ്റ്റ് തന്ന്. ഇനിയിപ്പം നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളൊരു സദ്യയൊക്കെ കഴിക്കൂ അല്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യൂ, കേക്ക് കട്ട് ചെയ്യൂ. അങ്ങനെ അമ്മേൻ്റെ കുട്ടീൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലേ? ഹാപ്പി അല്ലേ? എന്നിട്ട് ഇനി വാവയൊക്കെ വന്നിട്ട് അടുത്ത ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ആക്കി കാണണം അല്ലേ? ഓക്കുണ്ട് ബർത്ത്ഡേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കണം. എല്ലാവരും ഓനെ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ ആകുമ്പോൾ ചോദിച്ചു വാങ്ങണ്ട. എന്നോട് പറയുന്നില്ലേ ഓണെ? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് കട്ടിങ്ങിന് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യണം. ഞങ്ങൾ പോയി വീഡിയോ എടുക്കട്ടെ അല്ലേ തുമ്പി? സെറ്റാണ് മക്കളെ പറയും. അവന്ന് മുടിയൊന്ന് കാണിച്ചു കൊടുക്ക്. ഞെട്ടട്ടാ അവർ തൊടരുത് തൊട്ടാ പോവുമല്ലോ. എൻ്റെ അമ്മ വളർന്നു വരുന്നുള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെയാണ് ഗൈസ്. ഞാൻ പോയി ഇതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ കേട്ടോ. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത ഐറ്റം. ഏസ്റ്റർ ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമുക്കിത് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് തന്നെ ഈ ഐറ്റംസ് കൊണ്ട് വീട്ടിൽ നിന്ന് ഡെക്കർ ചെയ്തിട്ട് ബർത്ത്ഡേ നല്ല അടിപൊളിയാക്കാം. നമ്മളെന്താ ഡെക്കറേഷൻ്റെ ഫുൾ ഐറ്റംസും ഇവിടെ നിന്നാണ് കേട്ടോ. അവരെല്ലാം അതായത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സസറീസും ഒക്കെ തന്നിട്ടാണ് ഒരു പാക്കേജായിട്ടാണ് തരിക. അപ്പോൾ എന്തായാലും ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ സദ്യ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരിയുണ്ട്, സാമ്പാറുണ്ട്, കൂട്ടുകറിയുണ്ട്, പച്ചടിയുണ്ട്. പച്ചടി സ്പെഷ്യലായിട്ട് ഞാൻ ഇങ്ങനെ ഉറച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനാണ് ഇവിടുത്തെ പച്ചടി സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പം അമ്മയും ഇളയമയൊക്കെ കൂടെയാണ് പിന്നെ ബാക്കിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ അമ്മ വിളമ്പി കൊടുക്കുകയാണ്. അല്ലൂട്ടൻ ആദ്യം വിളമ്പി കൊടുക്കുന്നുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ കിഴക്കോട്ട് തന്നെ തിരിഞ്ഞിരുത്തിയിട്ടുണ്ട് കേട്ടോ അവനെ. അങ്ങനെ നമ്മളിതാ സദ്യയൊക്കെ വിളമ്പി എല്ലാ വീട്ടിലുള്ള പോലെ ഞങ്ങളെന്ന് പറയുമ്പോൾ വൈശാഖൻ അന്നേരം വീഡിയോ കോൾ ചെയ്ത് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാവരും പറയും ഇവിടെ ഇങ്ങനെ തന്നെയാണെന്ന്. ആദ്യത്തെ കുട്ടിക്ക് എപ്പോഴും വാരി കൊടുക്കണം, എന്നാലേ അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ. രണ്ടാമത്തതാണെങ്കിൽ സ്വന്തയ്ക്ക് എല്ലാം കഴിച്ചോളൂ കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെയാണ്. അല്ലൂട്ടൻ നമ്മൾ എത്ര ഇങ്ങനെ വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ പേടിച്ചിട്ടോ കഴിക്കലുണ്ട്. അല്ലാത്ത പക്ഷം ഓൻ പറയും എനിക്ക് അമ്മ വാരി തരണം, അല്ലെങ്കിൽ രണ്ടുള്ള എങ്ങനെയെങ്കിലുമൊക്കെ വായിലാക്കിയാൽ ബാക്കി ഓന് ഞാൻ വാരി കൊടുക്കണം. അത് നിർബന്ധം. തുമ്പിക്ക് അങ്ങനെയല്ല, വാരി കൊടുക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ കല്യാണത്തിന് പോയാലും സ്വന്തയ്ക്ക് എടുത്ത് കഴിക്കണതാണ് ഓക്ക് ഇഷ്ടം കേട്ടോ. അമ്മ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ അച്ഛന് വേണ്ടിയിട്ടാണ് കേട്ടോ. അച്ഛനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം. അങ്ങനെ അച്ഛനും അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണ സമയമാകുമ്പോൾ പിന്നെ എണീക്കുക ചെയ്യുക കേട്ടോ. രാവിലെ അച്ഛൻ ഫുൾ ആക്റ്റീവായിരിക്കും. അതായത് പത്രം വായനയും മുന്നിലിരുന്ന് പുറത്തേക്ക് കാഴ്ച കാണലും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ എപ്പോൾ നോക്കിയാലും അച്ഛനെയാണ് പുറത്തും പോയി കാണാൻ പറ്റുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം TV ഒക്കെ കണ്ട് പിന്നെ പോയി കിടന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ നേരത്തൊക്കെയാണെന്ന് എണീക്കുക കേട്ടോ. അച്ഛനാണെങ്കിൽ ഇന്ന് മൊത്തം ശോകത്തിലാണ്. കാരണം അച്ഛന് പല്ല് വേദനയായിട്ട് ഒരു സൈഡ് നന്നായി വീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ ഗ്ലാമറിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. വേറെ എന്താണെങ്കിലും അച്ഛൻ ക്ഷമിക്കും, പക്ഷേ ഗ്ലാമറിനെ തട്ടിയ ഒരു കളി ഉണ്ടെങ്കിലും നടക്കൂല മക്കളെ. അതുകൊണ്ട് മുഖം വീങ്ങിയോണ്ട്
പറഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ ആ ഭാഗം എടുക്കരുതെന്ന് കേട്ടോ എന്നോട് പറഞ്ഞ്. അങ്ങനെ അല്ലോട്ടുണ്ട് ഇതാ ചോറൊക്കെ ഓന ഒറ്റയ്ക്ക് എന്തൊക്കെയൊക്കെയോ ഒന്ന് കാണിച്ചു കൂട്ടുണ്ട്. ഇത് അങ്ങനെ മിച്ചറൊക്കെ തിന്ന പോലെയാണ് മൂപ്പര് തിന്നുക. കുഴച്ചിങ്ങനെ ഉരുളയാക്കി കഴിക്കാനൊന്നും മൂപ്പര് ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല. ഇവിടെ ഇതൊരു ക്യാരറ്റ് പ്രേമിയാണ് കേട്ടോ തുമ്പി. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് നോക്കി നോക്കി ഞാൻ അതിലേക്ക് എടുത്തിട്ട് കൊടുത്തതാണ്. സാമ്പാർ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാൾ ഞാൻ അച്ചച്ചനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത്രയും നല്ല സാമ്പാർ, ഇവിടുത്തെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അച്ചച്ചൻ. അച്ചച്ചൻ സാമ്പാർ കൂട്ടൂല, ബാക്കി എല്ലാം കൂട്ടും. അച്ചച്ചൻ മീൻ ഭയങ്കര നിർബന്ധമാണ്. അതും ചെറിയ മത്സ്യങ്ങളല്ല, കഷ്ണം മീനുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തതൊക്കെയാണ് അച്ചച്ചൻ ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ഉരുളൊക്കെ എങ്ങനെയോ മൂപ്പര് വായിലാക്കി നല്ലത്, ബാക്കി ഞാൻ തന്നെ വാരി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ അധികം ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് എനിക്ക് വയറ് അത്യാവശ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പെയിനാണ്. ഓൾറെഡി തുമ്പമ്മേനെ സിസേറിയൻ ആയിരുന്നല്ലോ, അതിൻ്റെ സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര പെയിനാണ്. പിന്നെ സ്കാനിങ്ങിലൊക്കെ നോക്കുമ്പോൾ നമ്മളെ വാവ ബ്രീച്ച് പൊസിഷനിലാണുള്ളത്. അത് താഴോട്ട് വരുമ്പം ആളുടെ ബട്ടക്സ് റീജിയനാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് ചവിട്ട് കിട്ടുന്നത് താഴെയാണ്, അതായത് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത്, അങ്ങനെ താഴെ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി വേദനയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിന്നുകൊണ്ടാണ് ഞാൻ അവർക്ക് വാരി കൊടുക്കുന്നത്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഏട്ടനവിടെ നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി നേരം അങ്ങനെ ഒരു മിന്നായം പോലെ ഞങ്ങൾ കണ്ടു, അത്ര തന്നെ. ചെറിയമ്മ വരുമ്പോ അമ്മേനെ വിളിക്കൂ. അത് വരെ അമ്മ ഉറങ്ങുന്നാണേ, അമ്മ ഇവിടെ കിടക്കും. അപ്പൊ നിങ്ങൾ അശ്വിനി വരുമ്പോ വിളിച്ചാ ഡെക്കറേറ്റ് ചെയ്യണ്ടേ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഉറക്കാൻ നോക്കും. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഞാനും ഉറങ്ങിപ്പോയി. ഞാൻ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. രണ്ടാളും ഇവിടെ പായിട്ട് ഇവിടെയും കിടന്നു കേട്ടോ. അശ്വിനീനെ വെയിറ്റ് ചെയ്യണം. അശ്വിനി എവിടെയോ പെരുന്നാളിന് പോയതാണ്. അപ്പോൾ ഇനി ഓള് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരത്തെ കളിക്ക് ഒടുവിൽ അവർ ഉറങ്ങി ഗൈസ്. ഉറങ്ങിയ തക്കത്തിന് ഞങ്ങൾ നൈസായിട്ട് താത്തേൻ്റെ വീട്ടിലൊന്ന് പോയി വരാം, പെരുന്നാളല്ലേ, താത്ത അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോവാണ് കേട്ടോ. താത്തേൻ്റെ വീട് പിന്നെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. കുറേ വീഡിയോസൊക്കെ അവിടെ നിന്നാണ് എടുക്കാറ്, ഫോട്ടോസൊക്കെ എടുക്കാറ് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ കണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്ത വർത്താനം അവിടെ അവരെ എത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്ക് അല്ലും തുമ്പിയൊക്കെ എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇനി പായസത്തിൻ്റെ പണി നോക്കണം. ഉച്ചയ്ക്ക് പായസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അതിനെന്താ പറയുക, റെഡിമെയ്ഡ് മറ്റേ അതിനെന്തോന്ന് പറയുമല്ലോ, എന്നോട് മറന്നുപോയി. ആ സാധനം എനിക്കിഷ്ടമല്ല, പായസം റെഡിമെയ്ഡായിട്ട് അങ്ങനെ ഉണ്ടാക്കണേ. കുന്തം മറന്നു പോയല്ലോ, നിങ്ങൾ അങ്ങോട്ട് പൂരിപ്പിച്ചോട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ഇത് എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണതിന് എനിക്ക് എന്തോ ഒരു മരുന്ന് ചോദിക്കുന്ന പോലെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരു പണിയുള്ളത് ഇരട്ടി പണിയാക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു രണ്ടുപേരും. ഞാനിവിടെ പൊട്ടിച്ചിടുന്നതിൻ്റെ ഇരട്ടി വലുപ്പത്തിന് രണ്ടും പൊട്ടിച്ചിടുന്നത്. അത് പിന്നെ എനിക്ക് പൊട്ടിക്കേണ്ട അവസ്ഥയാണെങ്കിൽ കൂടിയും ചെയ്യാനൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കുറച്ച് കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളപ്പം മുതലെടുക്കാൻ വിചാരിച്ച് ഞാൻ ഓരെയും കൂടെ കൂട്ടി. അങ്ങനെ പായസത്തിനുള്ളതൊക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കിയത് അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം മുകളിലേക്ക് പോയി. അശ്വിനി അതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മെല്ലെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വേഗം ബലൂൺസൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അതിലും എൻ്റെ സഹായികൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെയും മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കാത്ത പോലെയായി. കുറേ എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു, അത് ചെയ്തു. ബാക്കിയുള്ളത് കുറേ പണികളും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എൻ്റെ അല്ലൂട്ടന് സങ്കടം ആവരുത് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. എൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ വേണം, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടാവുകയും ചെയ്യുന്നറിയില്ല. അതുപോലെയാണ് എൻ്റെത്. ചെയ്യാനുള്ളതൊക്കെ ഞാൻ വലിച്ചഴച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ലാസ്റ്റിക്ക് സങ്കടവും, കിടക്കാൻ നേരത്തെ അയ്യോ എനിക്ക് അവിടെ വേദന അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ സങ്കടവും. എന്താ ചെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അശ്വിനീൻ്റെ ചേച്ചിയുണ്ട് അതുല്യ എല്ലാവരും കൂടെ വന്ന്. അപ്പോൾ ഓരോക്കെ കൂടെ വന്നപ്പോഴത്തേക്കും കുറച്ച് എനിക്ക് ഈസി ആയിട്ടോ. ഒരു വേഗം ചെയ്ത് എല്ലാവരും പാടെ ചെയ്തത് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചോടത്തുനിന്നാണ് ഈസ് ദ ഡെക്കർ എന്നുള്ള ഒരൊറ്റ പേജ് കാരനാണ് ഇതിപ്പോൾ ഇത്രയും ഗ്രാൻഡ് ആയത്. അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോർമലി തന്നെ ചെയ്തേനെ. പക്ഷേ അവർ ആ പേജിൽ നിന്ന് ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക് ഈസിയായിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അതായത് നമുക്ക് ഗ്രാൻഡായിട്ട് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഗ്രാൻഡാക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ പാർട്ടി വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടു. എനിക്ക് എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് സെറ്റാക്കിയിട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ആ നൈറ്റിൽ തന്നെ അങ്ങ് നിൽക്കട്ടെ, എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ എങ്ങനെയോ ആടിയല്ല ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കാൻ വിചാരിച്ചു.
വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് ഫോട്ടോ ഒരു ഫോട്ടോ കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തെ ഞാൻ ഇട്ടിരുന്നു ഈ ഡ്രസ്സ് സ്കാനിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ എടുത്ത് ഇട്ടിട്ടോ. ഇത് നമ്മളെ സബ്സ്ക്രൈബർ ദൃശ്യ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം മേൽ നൂരല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ കൂടെ ആവുന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എന്നോട് ചോദിച്ചത് എന്ത് കോലാ അത് എന്ത് പറ്റി എന്നൊക്കെ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ണെഴുതേ ഒന്ന് ലിപ്സ്റ്റിക് ഇടുമെങ്കിലും ചെയ്യുന്നു. അതുപോലും ഇല്ലാതെ ഞാൻ വന്ന് നിന്ന്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കേക്ക് കട്ടിങ്ങും കൂടെ കഴിഞ്ഞ് പരിപാടി ഞാൻ കഴിഞ്ഞിട്ട് എവിടെയൊന്നും പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ലേ, ആ അവസ്ഥയിലേനു. ഞാനിങ്ങനെ മുഴുമണ്ഡലത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ ഈ വയറും വെച്ചിട്ടെന്ന്. ഈ അല്ലുവിൻ്റെയും തുമ്പിൻ്റെയും വയ്യാൽ ഓടിയിട്ട് ഇപ്പോഴേക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. എസ്പെഷ്യലി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നോ ഒക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. നമ്മൾ ഫോളോയിങ് പ്രഗ്നൻസീസ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. മക്കളുടെ കാര്യം എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഏത് ലെവലിലേക്ക് ഇറങ്ങും എന്ന് പറയില്ലേ, അതുപോലെ. എനിക്ക് തുമ്പീൻ്റെ ഉടുപ്പ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തുമ്പിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് റീനമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. ബർത്ത്ഡേക്കാണോ ഓണത്തിനാണോ എന്തിനോ ഒന്ന് ഓണത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് അവിടെ ഉള്ളത് എനിക്ക് ഓർമ്മ തന്നെയല്ലേനു. ഒക്കെ ഒന്ന് പുതിയ ഡ്രസ്സ് ഇടണോ എന്നാണ് വാശി പിടിച്ചപ്പോൾ കബോർഡ് തുറന്നപ്പോഴാണ് ഈ സാധനം കണ്ടത്. അപ്പോൾ വേഗം ഇട്ട് കൊടുത്തു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. തുമ്പിക്കും എനിക്കും ഒരു ബാഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, ധ്രൂവ്സ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് പൊതുവേ സൂപ്പർ ഹീറോസിനോട് കുറച്ചൊരു കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ. അല്ലൂട്ടിന് പിന്നെ പറയാൻ വേണ്ടത് പ്രാന്താണ്. ഇതെന്തൊക്കെയാണ് ഈറ്റുകളെ പേരെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് അറിയില്ല. പക്ഷേ ഓൻ ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ കേട്ടോ. ഓൻ പറയുന്നതൊക്കെ കേട്ട് തുമ്പി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഇങ്ങനെയൊന്നാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ അങ്ങോട്ട് എന്താ പറയുക കൈകോർത്ത് പിടിച്ച് സെറ്റാക്കി എന്നൊക്കെ പറയില്ലേ, കൂട്ട് എല്ലാം അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു. അശ്വിനി അതുല്യ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയച്ഛനും ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ വീട്ടിലുള്ളവരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ ബർത്ത്ഡേൻ്റെ കേക്ക് ഇനി കട്ട് ചെയ്യണം. കേക്കിൻ്റെ കാര്യം ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി പോയിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ കേക്ക് വാങ്ങിക്കുന്ന 2 ഷോപ്പുകളാണ്. അതിലൊരു ഷോപ്പിൽ ആദ്യം വിളിച്ച് നോക്കിയപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതോടുകൂടി എൻ്റെ കിളി പാറി. ഈശ്വര ചെക്കന് അവസാനം കേക്ക് കിട്ടാണ്ടാവുമെന്ന്. അവസാനം മുക്കത്തുള്ള കഫേ അൽബാസിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ്, ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട് അവർക്ക്. അവിടെ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ കറക്റ്റ് ടൈമിനൊക്കെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അശ്വിനിയും പാവം കേട്ടോ. ഒന്ന് പെരുന്നാളിൻ്റെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറിയ പാടും തന്നെ ഓൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്കും ഇന്നൊരു റെസ്റ്റും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അതിനും പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സെറ്റ് ചെയ്തതിനേക്കാളും വലിയ ടാസ്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം അല്ലും തുമ്പി എവിടെയാണ് പിടിച്ച് വലിക്കുക, കേക്ക് എങ്ങനെയാണ് നശിപ്പിക്കുകയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ ബാഡ്ജ് കുത്തിയില്ല എന്നുള്ളത് ഓർമ്മ വന്നു കേട്ടോ. എന്തായാലും കഷ്ടപ്പെട്ട് മുക്കി പ്രസവിച്ചതല്ലേ, അപ്പോൾ പിന്നെ ബാഡ്ജ് കെട്ടക്കട്ടേന്നേ. അപ്പോൾ അല്ലൂട്ടൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അതും ഫസ്റ്റ് ഡെലിവറി ആയിരുന്നില്ല. അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണല്ലോ ഇന്ന്. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് ബാഡ്ജൊക്കെ കുത്തി. എല്ലാം കഴിഞ്ഞ് ഞാൻ എന്നെ ഒന്ന് നോക്കി എന്താണ് എൻ്റെ കോലമെന്ന്. അപ്പം ഇതായിരുന്നു എൻ്റെ കോലം. സാരമില്ല, ചില സമയങ്ങൾ അങ്ങനെയായിരിക്കും അല്ലേ. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും അശ്വിനിയും കൂടെ മുകളിൽ പോയിട്ട് റിംഗ് ലൈറ്റും കൂടെ എടുത്തു വന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു വെളിച്ചത്തിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിംഗ് ലൈറ്റ് എടുത്തു വന്നിട്ട്. ഇത് കുറേ കാലമായി എൻ്റെ കൂടിയ റിംഗ് ലൈറ്റാണ്. ഓക്കെ, പ്രൊഡക്റ്റിന് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ ഡെക്കറേഷൻ ഇങ്ങനെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ 2 ചുട്ടുമണികളും ഇത് അവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈശാട്ടിന് വീണ്ടും നമ്മൾ വീഡിയോ കോൾ ചെയ്യുകയാണ്. ചേട്ടൻ അപ്പോഴും ഡ്യൂട്ടിയിലാണ് ഗൈസ്. അങ്ങനെ ഏട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഞാനും കൂടെ അതിനിടയിൽ പോയി കയറി നിന്ന്, എങ്ങനെയൊക്കെയോ കയറി നിന്ന്. ഞങ്ങളതിനാണെങ്കിൽ സംഭവം അതിൽ കൊള്ളുന്നുമില്ല. അമ്മേൻ്റെ മോനോട് കാര്യമായിട്ട് സംസാരത്തിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഏട്ടൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതാ കല്യാണിയും കട്ടേനെയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൂനെയും ആര്യനെയും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ റീനമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയോ വീഡിയോ കോളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ലൈവായിട്ട് കുറേ പേരും പിന്നെ അല്ലാണ്ട് ഓൺലൈനായിട്ട് വേറെ കുറേ പേരും ഒക്കെ ആയിട്ട് നമ്മൾ കേക്ക് കട്ടിങ് അങ്ങോട്ട് നടത്തി. 2 കുട്ടികളും ഒരു വയറും ഒരു തള്ളച്ചിയും ഒക്കെ കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഒതുങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടികളെ കൊങ്ങയ്ക്ക് പിടിച്ച പോലെയാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. തുമ്പിക്ക് കേക്കിൻ്റെ കത്തിന്ന് കൈ വിടാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. എന്താ അറിയോ, ഓടുക അത് പിടിച്ച് വലിച്ച് വായിലിടാൻ വേണ്ടിയിട്ട്. കേക്ക് പ്രാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജാതി ഇങ്ങനെ കേക്ക് കഴിക്കുന്ന ഒരു കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. കുട്ടീനെ നല്ല മനുഷ്യനെ അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഒക്കെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ഇത് അല്ലുട്ടൻ വേഗം ഓന് കൊടുത്ത പാട് ഓൻ വേഗം എൻ്റെ വായിലൊക്കെ വെച്ചെന്ന് തുമ്പി സ്വന്തമായിട്ട് ഇതാ എടുക്കുക വായിൽ കുത്തി കയറ്റിയായിരുന്നു കേട്ടോ. അത് കണ്ട് എല്ലാവരും ചിരിക്കായിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഏട്ടന് കൊടുക്കടി, ഏട്ടന് കൊടുക്കുക, ഓൻ്റെ അല്ലേ ബർത്ത്ഡേ, ഓനും അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരുമാതിരിപ്പെട്ട കേക്ക് കൊടുക്കലേന് മൊത്തത്തിൽ എന്ന് വേണേൽ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെയോ കൊടുത്ത് ഞങ്ങളെ കേക്ക് കട്ടിങ് അങ്ങോട്ട് കഴിഞ്ഞ്. വൈശാട്ടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാ മൊമെൻറ്റ്സിലും എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അവർ തന്നെയാണല്ലോ. എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ലേ, അതായിരിക്കും അത്. നമ്മളെ കേക്ക് കട്ടിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, ഇവരിപ്പോഴും കാര്യമായിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. തുമ്പി ഇത് നിർത്തുന്ന പരിപാടിയില്ല. ഡ്രസ്സിലൊക്കെ ഇപ്പോൾ ശരിയാക്കി തരും എന്നുള്ളത് ഏകദേശം എനിക്ക് ധാരണയായിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഓളെ ഞാൻ അവിടെ മാറ്റാൻ നോക്കണ്ടല്ലോ, ഒന്നും നടക്കുന്ന മട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നല്ല ചൂടും എടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടല്ലേ ഇപ്പോൾ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിനി ഇപ്പോൾ ഇതൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇവളത് ഇവിടെ കഴിയുന്നില്ല ഗൈസ്, ഇവൾ ഇവിടുന്ന് ഇറങ്ങുകയില്ല. ഓള് മാറിയാലേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ച് വേഗം എല്ലാവരും കേക്ക് കുടിക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അല്ലും കിട്ടിയതൊക്കെ തന്നെ നൈസായിട്ട് അതിലുള്ള വേറെ വേറെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ എടുത്താൽ വായിലിട്ട് വെക്കുന്നത് കേട്ടോ. ചെക്കൻ എന്തായാലും ഓൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിലിട്ട് തരാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ എൻ്റെ വയറ്റ് കിടക്കുന്ന കുഞ്ഞ് വിചാരിക്കുന്നുണ്ടാവും തള്ളച്ചിന്ന് മധുരം അടിച്ച് കയറ്റുകയാണല്ലോ എന്ന്. ഉച്ചയ്ക്ക് ചോറ്, പിന്നെ ഒരു ഇച്ചിരി ബിരിയാണി, പിന്നെ ഈ കേക്കിൻ്റെ ഒരു ഇച്ചിരി, അതൊക്കെ ഞാൻ ഇച്ചിരി ഇച്ചിരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം വളരെ ലിമിറ്റഡാണ് എടുത്തതെങ്കിൽ പോലും. അങ്ങനെ അതാ അച്ചച്ചനും കൊടുത്തു. അച്ചച്ചന് പല്ലുവേനയാണെങ്കിൽ അച്ചച്ചനും അത് ഉഷാറാക്കിയിട്ടുണ്ട്. തുമ്പിക്ക് പിന്നെ അമ്മ വന്നാലും അച്ചച്ചൻ വന്നാലും ഒക്കെ കണക്കാം. പിന്നെ ഒന്ന് കൈ കാണിച്ചിട്ടോ, അവിടെ ആരും കാണുന്നില്ലാണ്ട് പോളെന്നെ കുത്തിരുന്ന് തിന്നുകയാണേ. അന്നേരം അച്ചച്ചൻ വന്ന സ്ഥിതിക്ക് പിന്നെ കൊടുക്കാച്ചൊരു ഇച്ചിരി അങ്ങ് കൊടുത്തു. ബാക്കി ഇതാ വേഗം വായിലേക്ക് തന്നെ കുത്തി കയറ്റുന്ന. എന്തായാലും എൻ്റെ കുട്ടിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമായി. ഒക്കെ കേൾക്കുന്നൊന്നും പറയാറില്ല, അതിനെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് കേട്ടോ പറയുക. അങ്ങനെ ഇതാ അമ്മയും വന്ന് കേക്കൊക്കെ കൊടുക്കുകയാണ്. തുമ്പി എന്തായാലും എടുത്ത കരാറ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാട്ടെ എൻ്റെ കോലം ദൈവമീനെ ഞാൻ എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കേണ്ടത്. എന്തായാലും കുട്ടി കാര്യ പരിപാടികളിലാണ് കേട്ടോ. കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയമ്മ ആരാന്ന് ചോദിച്ചിട്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും മേ ബി ചോദിക്കുന്നുണ്ടാവുക. ചെറിയമ്മ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛൻ്റെ അനിയത്തിയാണ് കേട്ടോ. അതുപോലെ പിന്നെ അശ്വനി ഞങ്ങളെ വല്യച്ഛൻ്റെ മോളാണ്, വൈശാട്ടിൻ്റെ വല്യച്ഛൻ്റെ മോളാണ് കേട്ടോ. അതായത് അല്ലുവിൻ്റെ തുമ്പിൻ്റെ ചെറിയമ്മ അങ്ങനെ വേണം നമ്മൾ പറയാൻ. പിന്നെ ഇതുമ്പളെ ഇളയമ്മ, വൈശാട്ടിൻ്റെ അച്ഛമ്മയാണ്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് കമൻറ്റ്സ് കണ്ടു, ഇത് ആരാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇവിടെ വീഡിയോ കോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെയ്സു അലമ്പാക്കി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെയുള്ള ഒരു കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണേ. നൈറ്റിലേക്ക് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഫുഡൊന്നും ആക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് ഇവർ ആരും സദ്യ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സദ്യ തന്നെ ഉണ്ടായിരുന്നു. സദ്യയും പിന്നെ പെരുന്നാളായതുകൊണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ കൊണ്ട് തന്നുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് പായസവും ഉണ്ടാക്കി രാത്രിക്കത്തേക്ക്. അങ്ങനെ എല്ലാവരും പാടെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരിക്കുമ്പോഴാണ് എനിക്ക് നല്ലോണം വേദന അറിയുന്നത്. അത്രയും നേരം അത് കഴിയണമല്ലോ, പരിപാടി നല്ലോണം കഴിയണമെന്ന് വെച്ചാൽ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്തു. ലാസ്റ്റ് ഇരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വേദന. പിന്നെ എല്ലാം എൻ്റെ ചക്കരയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി പായസം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ മധുരം കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ എൻ്റെ ഷുഗറിനോട് നീതി പുലർത്തിയിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് നാളെ തൊട്ട് കഠിന ഡയറ്റ് തന്നെയായിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പം ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിട്ടും അല്ലാതെ മെസ്സേജ് ആയിട്ടും ഒക്കെ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അല്ല എല്ലാവരോടും താങ്ക്സ് പറഞ്ഞേ. താങ്ക് യു പറ. താങ്ക് യു. അല്ലൂട്ടന് എല്ലാം ഇഷ്ടപ്പെട്ടോ? ബർത്ത്ഡേ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അല്ലൂട്ടനും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അല്ലൂട്ടാ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ ബൈ പറ. ബൈ.